അടുത്ത വരുന്നത് തീ പിടിച്ചോണ്ടാണ് ഫുൾ ഫയർ. എന്താ പറഞ്ഞേ ഗായ്സ്? ഇതാ നമ്മളെ ജസീലിന്റെ വണ്ടി. ഇത് പറ എങ്ങനെയുണ്ട് പുതിയ വണ്ടി എടുത്തിട്ട്? എങ്ങനെയുണ്ട് ഒരു ഫീൽ പറഞ്ഞാട്ടെ. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ജാബി ഫ്രം സെഡ് ടോക്സ്. എന്നുള്ള വിശേഷം? സുഖല്ലേ? അതെ, കഴിഞ്ഞ നമ്മളെ ബാച്ചിലർ ട്രിപ്പിൻ്റെ ഒരു 2 എപ്പിസോഡ് നമ്മളെ ജാബിൻ്റെ ചാനൽ വന്നിട്ടുണ്ട്. അത് മിസ്സാക്കിയ ആൾക്കാർ എന്തായാലും ജാബിൻ്റെ ചാനലിൽ പോയിട്ട് ഒന്നിട്ട് കണ്ടിട്ട് വന്നു. എന്നാലും ഞങ്ങൾക്ക് ഈ സീരീസിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവും. ഒന്നുമില്ല, നമ്മളൊരു 4 ചങ്ങായിമാർ കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതാണ്. അതിൻ്റെ പേര് ബാച്ചിലർ പാർട്ടി. അതിൻ്റെ എപ്പിസോഡ്സിൽ ഫസ്റ്റ് ആയിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ്, അതായത് നമ്മൾ ഈ ഒരു സീരീസ് നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നെ ഇംഗ്ലീഷ് കഫേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ പറക്കാട്ട് റിസോർട്ട്, അതായത് മൂന്നാറിലെ പറക്കാട്ട് റിസോർട്ടിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോകുന്ന പരിപാടിയാണ്. അവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2 ദിവസം നമ്മൾ ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ച്. ഇനി ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് കഫേ നമ്മൾ സ്പോൺസർ ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഫുൾ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരിക്കും. ഇതിപ്പോ നമ്മൾ ഈ ഇൻട്രോ പറഞ്ഞതിന് ശേഷം വണ്ടിയിൽ ഇരുന്നപാട് തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മളെ കൂടെ 2 ആൾക്കാരുണ്ട്. 4 ആൾക്കാരെ മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ആൾക്കാർ ആരൊക്കെയാണെന്ന് ഇപ്പൊ ഓക്കെ. അപ്പൊ ആരൊക്കെയാന്ന് വെച്ചാൽ ഷെബീർ ബ്രോ, എന്തെങ്കിലുമൊക്കെ പറയൂ. അയ്യോ, ഇംഗ്ലീഷ് ഇപ്പോഴേ തുടങ്ങി. ഡ്രൈവർക്ക് മലയാളം സംസാരിക്കട്ടെ, അങ്ങനൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതുമില്ല. നീ പറ, എന്താ, ഏതാ നീ, ആരാ നീ, എവിടുന്നാ? റോമിംഗ് ബ്ലോഗർ ഫ്രം കാലിക്കറ്റ്. നല്ല കുട്ടിയാണ്. ഓക്കെ, കഴിഞ്ഞ ഇനി നമ്മള് ബാക്കി വണ്ടിയില് ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ പോവാ, വണ്ടിയിട്. സംഗതി എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ വർത്തമാനം പറയുന്ന എല്ലാവർക്കും ഒരു പ്രശ്നം, അതാണ് നല്ലാക്കുന്നത്. ഓക്കെ, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതാ കാര്യം എന്താ വെച്ചാൽ, ഇനി നമ്മള് മൂന്നാറിന്ന് പോവല്ലോ, ഇനി വണ്ടിയിൽ നിന്ന് ഫുൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. സോ വി ടോക്ക് ഓൺലി ഇംഗ്ലീഷ്. നൗ വി ഗോയിങ് ടു മൂന്നാർ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മൂന്നാർ. ആൻഡ് നൗ വാട്ട് പരിപാടി മീൻസ് I want a bubble gum. Next destination is not Munnar. Bubble gum. Sorry, we leaving Munnar, next destination Ernakulam, and now we ask each and everybody that how was our trip. Okay, each and everybody say in English. Okay, Okay, sir. okay, first who tell? Jabika. Hey Jabi. No. tell me tell me alla para. what about The trip? How was the trip? Trip is a very interesting and very beautiful, and all are very eating food. അടുത്തത് നമ്മൾ next our roaming blogger. Yes. Yes, tell me. Trip was amazing. We loved it. In English രസമില്ല പോയ. Amazing. ഇംഗ്ലീഷ് ഷെബീർ ബ്രോ. Amazing Honda City. Okay, ഷെബീർ ബ്രോ. The trip is amazing and bombastic and plastic. Fantastic. അടിപൊളിയായിരുന്നു. And we enjoyed. അടിപൊളി is മലയാളം. Okay. Sorry, അടിപൊളി ഇംഗ്ലീഷിൽ ഇടക്ക് പറയല്ലോ ഞാൻ. എന്റെ ഇംഗ്ലീഷ് അങ്ങനെയാണ്. Okay, Not available. Okay, ഡിസ്റ്റർബ് ചെയ്യല്ലേ. Don't disturb ചെയ്യല്ലേ പറഞ്ഞത് മലയാളത്തിലാണ്. എല്ലാവരും ക്ഷമിച്ചിടണം. Okay, അടുത്ത. അപ്പൊ അതും മലയാളത്തിലാണ് പറഞ്ഞല്ലേ. This Munnar road, no, full of bend. Very beautiful. Yeah, beautiful and full of turning and bend. So Yeah, many just like snake. No. Yeah. But we enjoying too much this snake road. This driving very bad. Full time key. No. Yeah, roaming blogger Roaming blogger driving time, full time horn. Yeah. Night time horn. Guys, you tell. Okay. Horn is good, right? No. It is good. This is sound pollution. No. Yeah. It is very being careful. You know that. പറയാൻ നമുക്കില്ല. It is not good for our ചെവി and another No ചെവി. horn in forest. Forest. This is not forest. Yeah, this is a forest. No. റോമിങ്ങിന്റെ വർത്താനം കിട്ടൊക്കെ കണ്ണെന്ന് വെള്ളം വന്നു. അല്ല, ഈ ഒരു വ്ളോഗ് തീരുമാനമൊക്കെ നമ്മൾ കട്ട് ഇംഗ്ലീഷ് പറയും അല്ലേ ജാവേ? Yes, inshallah. Definitely, പറ ബ്രോ. Definitely, bro. You Yeah. don't Sure, worry. bro. I am trying and I can do it. അല്ല, ഈ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് എന്താ വേണ്ടെന്ന് അറിയാം. നമ്മ ഇപ്പൊ ഉളുപ്പില്ലാണ്ട് സംസാരിച്ചില്ലേ, അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട ഇംഗ്ലീഷ് പറയുമ്പോൾ. തെറ്റും നമ്മ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, നമ്മളത് അങ്ങ് പറയണം. അതായത് നമ്മള് പണ്ടിപ്പോ ആരോ പറയുന്നുണ്ടായിരുന്നു, ഹീ ടോക്ക് ഐ ടോക്ക് വൈ ആർ മിഡിൽ ടോക്ക്.
ഞാനൊന്ന് സംസാരിക്കുന്നില്ല, നീ എന്തിനാ ഇടയിൽ കയറി സംസാരിക്കുന്ന പറഞ്ഞേ. അങ്ങനെ പറയുമ്പോ കാര്യം മനസ്സിലായാ മതി. മനസ്സിലായാ? കോൺഫിഡൻസ് വേണം. തെറ്റാണെങ്കിലും ശരി പോലെ പറയാനുള്ള കോൺഫിഡൻസ് അല്ലേ? അതെ. തെറ്റാണെങ്കിലും പറയണം. കൊച്ചിയിലേക്ക് കുറെ ദൂരം ഉണ്ടോ? How far is Kochi from Munnar? No one ചോദിക്കാൻ. Kilometers and kilometers. Yeah. The rest of the video will be from Ernakulam. In between, if we get any good shots, then definitely we'll be filming it. So let's go. Yes. Yep. Hi guys, how are you? Zamil saying no take vlog in Munnar, only in taking Kochi, right? Yes. But I can't sit in free mode. I mean Without vlogging. Varde. Yes, without vlogging. Yeah, without vlogging. So I am speaking in English. Now I got the opportunity. big opportunity and big platform in Speaking English. English. Yes. Yeah. അപ്പൊ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. So full scoring, I Mr. am Jabir bro. Today not a Zamil's vlog. Today is my vlog because frame in full of me. അല്ലേ? ഓക്കെ, ഞാനാണ് full frame. Yeah, also me. Also my roaming blogger. Yes. Ma. എന്ത് ഇംഗ്ലീഷ് തീർന്നല്ലേ ഇംഗ്ലീഷ്. No. Now tell. This Munnar is full of greenish. Yes. I mean Greenery. Yeah. If you don't mind, I need a lifeline for a friend. Now we are in a bachelor party tour. This is an awesome tour because our wives are not with. Our wives, not our wives. Alla. Daddy, two daddies. Daddies. Jabir bro Daddies are- and Jamil daddy. This tour, no daddy, no husband. Only Only bachelors. കലവില Kalabela. With Ramzan is coming on the way. On the So way. അതിനു മുമ്പ് അങ്ങനെ ഇംഗ്ലീഷിൽ പറയില്ല. So before that, So before that, full of bad. full of bad. എല്ലാം Full of enjoyment. full of enjoyment. Doing all since now. അതല്ല ഉദ്ദേശിച്ചത്. ഇത് ഏതാടോ ഓക്സ്ഫോർഡോ ഇവന്? ഇവനാരാടാ കുട്ടിയെ? ജമീല, നീ മൈക്ക് ഇത് പിടിച്ച ക്യാമറ. ആന്റെ ഇംഗ്ലീഷ് എല്ലാം തീർന്നു. ഇനി ആരെങ്കിലും കൊളാബറേഷൻ അങ്ങോട്ട് വിളിച്ചു മുണ്ടാൻ പാടും. എന്റെ സ്റ്റോക്ക് ആണ് തീർന്നത്. പക്ഷേ പാശയെന്നല്ല എന്താ, പക്ഷെ ഒരു കാര്യം കേട്ടാ, നമ്മളെ ജാബി ഓൻ എത്ര ഇതായാലും ഓന് എവിടെ എത്തിയാലും ഓനൊരു മടിയും കാണിക്കൂല. ഓന് അറിയുന്ന പോലെ ഇംഗ്ലീഷ് പറയും, ഹിന്ദി പറയും, പറ്റുമെങ്കിൽ തമിഴ് പറയും, എല്ലാം പറയും. ഒരു കുഴപ്പമില്ല. ജീവിക്കാൻ വേണ്ട എല്ലാ ഭാഷയും എന്റെ കയ്യിലുണ്ട് അല്ലേ? ആ. യെസ്. അറബി വരെ വേണമെങ്കിൽ പറയും. അറബി വേണം ഞാൻ പറയും. അറബിയിൽ മലയാളം കുത്തിയിട്ടായിരിക്കും 5 മിനിറ്റ് 10 മിനിറ്റുള്ളിൽ കമ്മിങ്ങിൽ പറയൂ. പക്ഷെ എന്നാലും പറഞ്ഞു ഒപ്പിക്കും. എന്തായാലും പറയും. അത് നമുക്ക് എല്ലാവർക്കും വേണ്ട ക്വാളിറ്റി അല്ലേ? Yes. അതായത് നമുക്ക് എത്ര മടിയുണ്ടെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. പറയണം. യെസ്. കമ്മ്യൂണിക്കേഷൻ. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി പറഞ്ഞിട്ട് അത് കോളാക്കും നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതാണ്. അപ്പൊ നമ്മെന്തായി? ശശി നമ്പർ 2. Yes. Guys, after long ride, this driver stopped for a coffee or tea. You drinking tea or coffee? Coffee. Coffee. Yes. And you? I'm not speak eating time or drinking time. Okay, thank you. Guys, അങ്ങനെ നമ്മളെ എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട്. എറണാകുളം കുറേ നമ്മള് സമയത്തെ ഡ്രൈവിന് ശേഷം കുറെ ലേറ്റ് ആയില്ലെന്ന്. ഇന്ന് കുറെ ലേറ്റ് ആയി. അതെന്താ അപ്പോൾ നമ്മളെ ഇംഗ്ലീഷ് സംഭവം നമ്മളവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പ്ലാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് എവിടെ കയറിയാ? ബാബ റബിയ. കൊച്ചി വന്ന മാടലല്ലേ വരും. ശ്രീവാൻഡ്രം പോയപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാബ റബിയിലാണ് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഇവിടെ IPL ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ? IPL പിന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അസർ എൻ്റെ ഫ്രണ്ടാണ്, ഒരേ നാട്ടുകാരനാണ്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിന്റെ കളിയാണ്. ഇതിൻ്റെ ഒരു ദിവസം ഇവൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിഡാണ്. ചന്ദ്ര ഭയങ്കര സന്തോഷം. എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് അസർ കളിയിൽ പെർഫോം ചെയ്ത് എനിക്ക് ഭയങ്കര എന്താ അറിയില്ല ഭയങ്കര സന്തോഷമാണ്. യെസ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആംബിയൻസിൽ കാണിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഗ്രില്ലാണ്. ഇതിലെന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. നോക്കിയാ ഫുൾ സെറ്റപ്പ്, അടിപൊളി, വേറെ ലെവൽ ഓഫ് ഇന്ത്യ. ചിക്കൻ പൊരിച്ചു വെച്ച പോലെ കാണുന്നുണ്ടാ? പക്ഷെ ഇത് പൊട്ടാറ്റോ ആണെടാ. ഇതെന്താ? ഇതിങ്ങനെ മടക്കി ചീസിന്റെ എന്തോ പരിപാടിയാണ്.
ഇത് നമ്മ മറ്റേ ട്രിവാൻഡ്രത്ത് അല്ല അല്ല അടിപൊളി. ഷബീർ നീ നോക്കുമോനെ ശരിക്കും ബാബർ റബി വന്ന് തന്നെ നമുക്ക് പ്രോപ്പർ അറബ് സ്റ്റൈലിൽ അത് കഴിക്കും. ഇവിടുത്തെ ഷെഫ് തുർക്കി ഷെഫാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ വന്നു. ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമായിട്ട് വന്നാണ്. നിങ്ങൾ വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ, പൊളിയാണ്. ഇനി എന്തെല്ലാം സാധനം നോക്കിയാൽ ഫുള്ള് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി ഇന്നെന്ത് തമ്മില പറയല് മിക്സ് ഗ്രില്ല്, മിക്സ് ഗ്രില്ല്, പ്ലാറ്റർ അല്ല. അടുത്ത വരുന്നുള്ളത് തീ പിടിച്ചുകൊണ്ടാണ് ഫുൾ ഫയർ. ഇത് നേരെ അടുപ്പിന്ന് നേരെ ടേബിളിലേക്ക് എത്തിയ സാധനം. തീ കടത്തിയിട്ടില്ല, അങ്ങനെയുണ്ട്. ഇത് ഇതെന്തൊരു മുകളിൽ ഇത് ഉപ്പല്ല മോനെ തേച്ചതി സാധനം. ഇത് എന്താക്കുന്നേ ഇത് ഇവരൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടാ. ഇവരിപ്പോ യു ലോഞ്ച് ഇറ്റ് റീസെന്റ് റൈറ്റ്? യു ലോഞ്ച് ഇറ്റ് റീസെന്റ് ഓർ യു ഹാവ് ഇറ്റ് ബിഫോർ? Recently. Recently, I think. Because I get your order that I knew that you were going to cut, so I just prepared for you. Okay. അപ്പൊ ഇതാ ഇത് ഇവരെ റീസെന്റ് ലോഞ്ച് ആയിട്ടൊരു ഐറ്റാണ്, ഫിഷിന്റെ ഐറ്റാണ്. വാട്ട് ഇസ് ദിസ്? സാൾട്ടഡ് ഫിഷ്. Salting fish. Salting fish. Salting fish, and I prepared something special today for first time. And first time it will be with you. Okay. Prawns in salt. ഓക്കെ. അപ്പൊ നമ്മള് വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന മൂപ്പര്. അപ്പോൾ ക്യാൻ യു ബ്രേക്ക് ഇറ്റ്? ലൈക്ക് ഓക്കെ. ഇത് അടിച്ചു പൊട്ടിക്കേണ്ട സാധനമാട്ടാ. അതായത് നമുക്ക് കരണം അടിച്ചു പൊട്ടിക്കുന്നില്ല അതേപോലെ അടിക്കുന്ന അടി പോ അടി അടി അടി. അതിനകത്ത് നല്ല ഫോയിലൊരു സെറ്റപ്പ് സാധനം. കാത്തിരിക്കുകയാണ്. യെസ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇതിനകത്ത്. നല്ല ചൂടുണ്ട് കേട്ടോ ഫോയില്. ഇത് മട്ടനാ? നല്ല മണം. മട്ടനല്ല, ഫിഷാ. Just to blow it. ഊതിക്കോ വല്ല വല്ല നാ പൊള്ളിക്കൊണ്ടാ. നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. വല്ല 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 ഭയങ്കര ചൂട്. അല്ലെങ്കിൽ നീ ഹോട്ടാ സെമിയില. Blow it. Blow it. യാ, പക്ഷേ ഇതിന്റെ മസാല ഉണ്ടല്ലോ, മാവിന് മുട്ടിയപ്പോ തന്നെ ഭയങ്കര ടേസ്റ്റ് ഇട്ടാ. കൊത്തിയല്ലോ വിരോധ് പറയുമ്പോൾ അടിപൊളി. ആ എന്ത് ടേസ്റ്റ് ഇത്. ചിക്കൻ പോലെ ആ ചിക്കൻ പോലത്തെ ഫിഷ് നല്ല രസമുണ്ട്. എനിക്ക് ട്രൈ ആക്കണ്ട ചാവി നോക്കണോ? അതിന്റെ സ്പൂൺ ഉണ്ടാ എന്താ പറയാനറിയാം, ക്യാമറക്കല്ലേ വെള്ളം ഉറ്റി. ഇതില്ല, വേറെ ആർക്കും കൊടുത്തില്ല. നമ്മളെ മേത്ത് പരീക്ഷണമാണെങ്കിലും നല്ല പരീക്ഷണം കിട്ടിയ നമുക്ക് നല്ല രസമുണ്ട്. ഇത് ഇനി ചെമ്മീനെ ഓർക്കാൻ പോകുന്നത്. ഇത് ഫിഷ്, നെക്സ്റ്റ് ചെമ്മീൻ. ചൂടാ പിടിക്കാനും പറ്റില്ല, തുപ്പാനും പറ്റില്ല. കുടുങ്ങി. ക്യാമറ കാണിച്ചാ പാത്തു, എനിക്ക് പ്രോൺസ് ഇഷ്ടല്ലേ? ഇത് നീ കഴിക്കന്നെ വേണട്ടാ, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ്, അപ്പോ നൈസ് ഫുഡായിരുന്നു. പിന്നെ അവര് ഒരു പുതിയ ഐറ്റം ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്തത് പ്രശസ്ത സിനിമാ താരം ജാബിറാണ്. കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ നിൽക്കുന്നത് നമ്മുടെ ബാബുക്ക. മൂപ്പര പേര് സിദ്ദീഖ്, മിസ്റ്റർ സിദ്ദീഖ്. അപ്പോൾ മൂപ്പരാണ് ബാബർ റേബിയ, അതേപോലെ അലിബാബ, പിന്നെ വേറെ കൊച്ചി പീഡിയ, ഇതിൻ്റെ ഒക്കെ ഓണറാണ്. അപ്പോൾ മൂപ്പര നമ്മൾ വിളിച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ വരുന്ന പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ്. ബാബുക്ക
നൈസായിരുന്നു ഫുഡ്. അല്ല നിങ്ങളെ ബാബറബി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണ്, വേറെ കാര്യം. നമ്മൾ മുന്നേ കേരള ട്രിപ്പിന്റെ സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ബാബുഖാനെ പരിചയപ്പെടുന്നത് കാണുന്ന നോക്കാം. അപ്പോ എന്തെല്ലാം വിശേഷം? സുഖം. എങ്ങനെ പോകുന്നു? അടിപൊളി. കൊറോണ കഴിഞ്ഞിട്ടൊന്ന് സെറ്റായി അല്ലേ ഇപ്പൊ? അല്ല അന്ന് വന്നപ്പോൾ മൂപ്പരം നമ്മൾ കണ്ട്, പിന്നെ അന്നേരം തൊട്ടില്ലൊരു ബന്ധമാണ്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രം പോയപ്പോൾ ബാബറബിയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആലിബാബ കയറി, ഇവിടുത്തെ ബാബറബി കയറി. പിന്നെ ഇന്നലെ നമ്മളൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു നമ്മളെ ഡോണർ കഫേ അല്ലേ? യെസ്, ലുലുവിൻ്റെ ഓപ്പോസിറ്റ്. യെസ്, ലുലുവിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഡോണർ കഫേയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല നൈസ് ഫുഡാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയല്ലേ? യെസ്, നൈസാണ്. ഇത് പുതിയ ഡിഷായി വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്ലാറ്റർ അല്ലേ ഇത്, സൂപ്പർ. അതെന്താ നമുക്ക് എല്ലാ വേണ്ട സാധനവും അതിലുണ്ട്. അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റും ഉണ്ട് അതിന്. ഇതൊരു ഫുഡ് റിവ്യൂ അല്ല കേട്ടോ, അല്ല കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അപ്പോൾ ബാബുക്ക നമ്മൾ വരക്കട്ടാ. താങ്ക് യു സോ മച്ച്. സന്തോഷം. തിരിച്ച് കണ്ടേ വീണ്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു. സിനിമ സിനിമാടനായിട്ട് വലിയ സിനിമ സ്ക്രീനിലും കൂടി കാണട്ടെ. അപ്പോൾ ഇപ്പൊ അടുത്ത റിലീസോ? നോമ്പ് കഴിഞ്ഞൊരു റിലീസ് ഉണ്ട്. അപ്പൊ എല്ലാ തിയേറ്ററിലും ഒരു കാണണം. അതിന്റെ പ്രൊമോഷൻ ഒന്നും വേണ്ട, ചെറിയ ഗ്യാപ്പിലാണ്. അപ്പൊ നമ്മൾ ഇനി പുറത്ത് പോയിട്ട് നമുക്ക് മല്ലു ട്രാവൽ ഒന്ന് കാണാനുണ്ട്. യെസ്, ഓന്റെ ബൈക്കിലൊന്ന് ഇരുന്നാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ റൂമിലേക്ക് എത്തി. ഇതെന്താ പരിപാടി? ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണം തീർക്കാനായിട്ട് കുറച്ച് ഉറങ്ങാന്നുള്ള വിചാരിച്ചിട്ടുള്ള. ഉറങ്ങാൻ വേണ്ടി ഇവന്റെ വർത്തമാനം കേൾക്കാൻ വന്നത്. ഇവന്റെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. ഓന്റെ ചിരി കാണണം. ജെസിമോനെ, ഈ സന്തോഷത്തിന്റെ ചിരിയുടെ പിന്നിൽ എന്താണ് കാര്യം? പറ. നാസയിലേക്ക് റോക്കറ്റ് പറ. അപ്പുറന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? എന്റെ താടി പഠിച്ചല്ലേ? ആടാ സുന്ദരനായി. എവിടെ കിടക്കുവാ? ഇവിടെ കിടക്കുന്നില്ല, അമ്മ പോയാ. അമ്മ വേറെ റൂം എടുത്തിട്ടുണ്ട്. ഓ ഇവര് റിച്ച് ടീംസ്. യാ ബ്രോ. ജെസിമോൻ കൺഗ്രാറ്റ്സ് ബ്രോ. നാളെ നമ്മളെ കാണൂല കേട്ടോ, വെറുതെ പറഞ്ഞ എന്റെ വണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ കാണാണ്ടിരിക്കും. ഗായ്സ്, അങ്ങനെ നമ്മളെ അടുത്ത ദിവസം രാവിലെ ഇന്നലെ നമ്മൾ നിർത്തിയത് നമ്മൾ ജെസ്സിയിൽ വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ പോകുന്നത് ട്രയംഫിൻ്റെ ഷോറൂമിൽ നമ്മൾ ജെസ്സിയിൽ ഇന്ന് വണ്ടി എടുക്കുന്നുണ്ട്. ട്രയംഫ് റോക്കറ്റ് 3 എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി, അതായത് യെസ് സ്ട്രൈറ്റ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത്. കുളിച്ചിട്ട് പോകുന്നില്ല. യെസ്, കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് നല്ല കുട്ടപ്പനായിട്ട് പോകുന്നുണ്ട്. രാവിലെ എത്രയായി? 10. യെസ്, 10 പോകുന്നത്. അപ്പോൾ അതാണ് ഇനി അടുത്ത കാഴ്ചകൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഗായ്സ്, ഇതാ നമ്മളെ ജസീലിൻ്റെ വണ്ടി. ഇത് നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇതാ നമ്മുടെ ജസീലിന് ഒരു കാര്യമായിട്ടൊരു കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കേക്കിൽ എന്താ എഴുതിയിട്ടില്ലേ? വെൽക്കം ടു MT ഫാമിലി. ഹൈ, നൈസ്. യെസ്, ചേരുന്നുണ്ടാ? നിനക്കേ ചേരുന്നുള്ളൂ ഈ വണ്ടി, വേറെ ആർക്കും ചേരൂല. നല്ല പ്രോപ്പറാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? 2 ഗിയർ ഇടാൻ പറ്റില്ല. 2 ഗിയർ. അങ്ങനെ ഇതാ നമ്മളെ ജെസിമോൻ വീട്ടിലെത്തിയിട്ടുണ്ട്. പറ, എങ്ങനെയുണ്ട് പുതിയ വണ്ടി എടുത്തിട്ട്? എങ്ങനെയുണ്ട് ഒരു ഫീല്? പറഞ്ഞാട്ടെ. രക്ഷയില്ല, ട്രാഫിക് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. മെയിൻ റോഡ് മേലേക്ക് നമുക്ക് ഇറക്കണം. യെസ്. അല്ല, ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ വണ്ടിക്ക് ഇത്ര കാര്യം. നമ്മളെ ജോമോൻ്റെ സുവിശേഷത്തിൽ ഇതിൻ്റെ പഴയ വേർഷനാണ് നമ്മളെ ദുൽഖർ എടുത്തിട്ട് വരുന്നത്. പിന്നെ ഇതിപ്പോൾ പുതിയ വേർഷനാണ് റോക്കറ്റ് 3 GT അല്ലേ? ഈ GT കേരളത്തിൽ ഒന്നല്ലേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഓണറാണ് ജസീൽ മോനെ. നമ്മ ഇതിപ്പോൾ കാർ പോർച്ചിൽ വന്നിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ആർഭാടൊന്നും വേണ്ട. നമുക്ക് ജെസിമോനെ ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു, അതിനാണ് ഇവിടെ വന്നിട്ട് എടുക്കുന്നത്. അപ്പോൾ ജെസിമോനെ കൺഗ്രാറ്റ്സ്. ഇനി ഇതിലുള്ള യാത്രകളെല്ലാം അടിപൊളി യാത്ര ആവട്ടെ. യെസ്, സുരക്ഷിത യാത്ര ആവട്ടെ ഇൻഷാല്ലാ. അപ്പോൾ ജെസിമോൻ നമ്മൾ തിരക്കട്ടോ. അപ്പം ടാറ്റ, നമ്മൾ ട്രിപ്പ് കൂട്ടാം ഇൻഷാല്ലാ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മളെ പരിപാടികളിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ മിക്കവാറും ഇവൻ്റെയിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിലായിരിക്കും. നമ്മളെന്തായാലും നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ നോക്കിയാൽ മതി അല്ലേ? ബൈ. So friends, thank you so much for watching our video. If you find it interesting, please share your
friends and family. ഷെയർ ഇപ്പൊ പിന്നെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യും എന്താന്നൊരു സ്നേഹമില്ലാത്ത അപ്പൊ ശരി ബൈ 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 ബൈ.